ശാരികയും നൂറയും തമ്മിൽ ഭയങ്കര അടി നടക്കുകയാണ്. ശാരിക വന്നിട്ട് നൂറയോട് പറയണ ഐഡൻറ്റിറ്റി ഇല്ലാത്തവളുമാരെ നിന്നെയൊക്കെ വലിച്ച് കീറണമെന്ന് പറയുന്നു. അപ്പം നൂറ പറയുന്നു, ഇങ്ങോട്ട് വാടി കീറാൻ, നീ ആരാടി തള്ളച്ചി. അവൾ 3-4 ഉടുപ്പിട്ട് സ്പ്രേ അടിച്ച് ഇറങ്ങിയിരിക്കുക. എടി പോയി കുളിയടി, നിൻ്റെ മേത്തെ ചെളിയൊക്കെ പോട്ടെന്ന് പറയുന്നു. അങ്ങനെ ഭയങ്കര വഴക്കെന്ന് വെച്ചാൽ അവസാനം അക്ബർ പിടിച്ചോണ്ട് പോയില്ലായിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്ന രീതിയിലുള്ള വഴക്കായിരുന്നു. വഴക്കിന് കാരണം ഇവരെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞിട്ട് ജിഷിനും ഷാനവാസും ചോദിക്കുന്നത് കണ്ട് രാവിലെ തൊട്ട് നൂറയുടെ പുറകെ നടന്ന് ഇവർ ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എടി എന്നൊക്കെ വിളിച്ച് വഴക്കുണ്ട്. അപ്പം ജിഷിനും ഷാനവാസും ചോദിക്കുന്നത് എന്താ കാരണം, നിങ്ങളെ മാത്രം ഇങ്ങനെ ഇവർ പുറകെ നടന്ന് ഇതാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പം ആദില പറഞ്ഞ് ഇവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെയാണ് അനിമോളും ഉണ്ടായിരുന്നത്. ആ സമയത്ത് ചില പെൺകുട്ടികൾക്കൊക്കെ ഇവരോട് ഭയങ്കര പ്രേമമായിരുന്നെന്ന്. അത് അനിമോൾക്കും ഇവരോട് ഭയങ്കര പ്രേമമായിരുന്നു. അപ്പോൾ അനിമോളെ ഞാൻ എൻ്റെ വശത്താക്കും എന്നിവർ പറഞ്ഞ്. അപ്പോൾ ഇത് ആദിലയും നൂറയും അനിമോളോട് ഇവർ കേൾക്കാതെ ചോദിച്ചു. പക്ഷേ ഇവർ പുറത്തിറങ്ങിയപ്പം ഇത് ഇവരറിഞ്ഞു. അപ്പം അനിമോൾ പറഞ്ഞ് അയ്യേ എനിക്കങ്ങനൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് അനിമോളോടൊരു പ്രേമമുണ്ട്. ഈ അനിമോളെ ഇവർക്ക് വശത്താക്കണം, അതായിരുന്നു ഇവരുടെ പ്ലാൻ. അതിന് അനിമോളുടെ തലയിലോട്ട് തിരിച്ചു വെച്ച്. അങ്ങനെ അനിമോൾ അപ്പം പറഞ്ഞപ്പോഴാണ് ഇവരറിയുന്നത്. അപ്പോൾ ഇവർ പുറത്തിറങ്ങി ഇതറിഞ്ഞപ്പം ഇവർ വന്നപ്പോൾ തന്നെ ഇങ്ങനെ അനാവശ്യം പറയുവാടി, ഇവളുമാരിങ്ങനെ നടക്കുവാണ്. അങ്ങനെ നമ്മൾ അതിനെ ചൊല്ലിയായിരുന്നു ഇവരോട് ചുമ്മാ രാവിലെ തൊട്ട് വന്നപ്പോൾ തൊട്ട് ശാരിക പ്രശ്നം. അപ്പോൾ ഇതാണ് ഇവർ ഷാനവാസിനോടും ജീഷിനോടും പറഞ്ഞത്. അപ്പോഴത്തേക്കും ഷാനവാസും ജീഷിനും പറഞ്ഞ് ഇനി അവർ പറയുമ്പം മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ അവരെ ഇതാക്കാൻ നിൽക്കുന്നത് എന്തിനാണ് എന്നും പറഞ്ഞ് അവരെ ഉപദേശിക്കുവാണ് നൂറയെ ആദിലയെ.